നമസ്കാരം, മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. ഒരു കാലത്ത് മലയാളികളുടെ മനസ്സിലിടം നേടിയ താര ജോഡികളായിരുന്നു ദിലീപും മഞ്ജു വാര്യരും. വർഷങ്ങൾക്ക് മുൻപ് ഇരുവരും വേർപിരിഞ്ഞു എന്ന വാർത്ത ഏറെ ദുഃഖത്തോടെയാണ് മലയാളികൾ സ്വീകരിച്ചത്. വിവാഹത്തോടെ മഞ്ജു വാര്യർ സിനിമയോടും അഭിനയത്തോടും വിട പറഞ്ഞ് കുടുംബജീവിതത്തിലേക്ക് ഒതുങ്ങി. പ്രണയിച്ച് വിവാഹിതരായ ഇരുവരും 14 വർഷങ്ങൾക്ക് ശേഷമാണ് വേർപിരിഞ്ഞത്. മഞ്ജുവുമായുള്ള വിവാഹമോചന ശേഷം ദിലീപ് കാവ്യ മാധവനെ വിവാഹം കഴിച്ചത് ഏറെ വിവാദങ്ങൾക്ക് വഴിതെളിച്ചിരുന്നു. മഞ്ജു വാര്യർ ഭാര്യയായിരിക്കെ ദിലീപും കാവ്യ മാധവനും തമ്മിൽ അടുപ്പത്തിലാണെന്ന കഥ പ്രചരിച്ചിരുന്നു. എന്നും ഇക്കാര്യങ്ങളിൽ നിന്നും മാറി നിൽക്കാനാണ് താരങ്ങൾ ശ്രമിച്ചത്. പിന്നീട് മഞ്ജുവുമായി വേർപിരിഞ്ഞ ശേഷം ദിലീപ് കാവ്യ വിവാഹം കഴിക്കുകയും ചെയ്തു. എന്നാൽ വിവാഹശേഷം സിനിമകളിൽ നിന്നെല്ലാം അകന്നു നിൽക്കുന്ന കാവ്യ പൊതുവേദികളിൽ ദിലീപിനൊപ്പം എത്താറുണ്ട്. വർഷം 8 കഴിഞ്ഞെങ്കിലും ഇന്നും ഇവരുടെ വിവാഹമോചനത്തെക്കുറിച്ചുള്ള ചർച്ചകൾ ആരാധകർക്കിടയിൽ സജീവമാണ്. എന്താണ് ഇവർക്കിടയിൽ സംഭവിച്ചത് എന്നറിയാനുള്ള ആകാംക്ഷയാണ് പലർക്കും. എന്നാൽ വിവാഹമോചനത്തെക്കുറിച്ച് തുറന്നു പറയാൻ രണ്ടുപേരും ഇതുവരെ തയ്യാറായിട്ടില്ല. ഇപ്പോഴത്തെ വേർപിരിയുന്നതിന് മുൻപ് മഞ്ജുവിനെ കുറിച്ച് ദിലീപ് പറഞ്ഞ ചില വാക്കുകളാണ് സോഷ്യൽ മീഡിയയിൽ വീണ്ടും വൈറലായി മാറുന്നത്. നടന്റെ വാക്കുകൾ വീണ്ടും ശ്രദ്ധ നേടുകയാണ്. മഞ്ജു സിനിമാ രംഗത്ത് നിന്നും മാറി നിൽക്കുന്നത് അന്ന് വിഷയമായി. അങ്ങനെ ഭാര്യയായി മാത്രം മാറ്റി നിർത്തേണ്ട ആളല്ല മഞ്ജു എന്ന് അവതാരകൻ ചൂണ്ടിക്കാണിച്ചപ്പോൾ മഞ്ജു വാര്യർ മാത്രമല്ല ഏതൊരു നടിയും അങ്ങനെയാണെന്നാണ് ദിലീപ് നൽകിയ മറുപടി. പേഴ്സണൽ എന്നൊന്നുണ്ട്, 150 ജോലിയുണ്ട്. മഞ്ജു വളരെ എൻഗേജ് ആണ്. എന്റെ കാര്യങ്ങളും കുഞ്ഞിന്റെ കാര്യങ്ങളും കമ്പനി കാര്യങ്ങളുമുണ്ട്. ഒരു കാര്യം ഞാൻ മഞ്ജുവിനോട് പറഞ്ഞിട്ടുണ്ട്, സിനിമയിൽ നിനക്ക് 19 വയസ്സാണ്, അതിനപ്പുറമുള്ള പ്രായത്തിൽ കണ്ടിട്ടില്ല. ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഇമേജും അതുപോലെയാണെന്നും ദിലീപ് അഭിപ്രായപ്പെട്ടു. മഞ്ജുവിനോട് ദിലീപിന് അസൂയയുണ്ടോ എന്ന ചോദ്യത്തിന് മഞ്ജു ഒരു പാവമാണ്, അതിനോട് എന്തിനാണ് അസൂയ എന്നാണ് ദിലീപ് തിരിച്ചു ചോദിച്ചത്. ഭാര്യയെ പുറത്തിറക്കാതിരിക്കാൻ ശ്രമിക്കുന്നു എന്ന അഭ്യൂഹങ്ങൾക്കും ദിലീപ് അന്ന് മറുപടി നൽകി. മഞ്ജു വളരെ ലിബറലാണ്. സൂപ്പർ മാർക്കറ്റിലും എവിടെയും മഞ്ജുവിനെ കാണാം. എറണാകുളത്തെ ഷോപ്പുകളിൽ എല്ലാം പർച്ചേസ് ചെയ്യാൻ പോകുന്നത് മഞ്ജു ആണെന്നും നടൻ വ്യക്തമാക്കി. കൂടെ അഭിനയിച്ചവർക്കൊപ്പം വന്ന ഗോസിപ്പുകളെ കുറിച്ചും ദിലീപ് അന്ന് സംസാരിച്ചു. ഒരുപാട് നായകന്മാരുടെ കൂടെ അഭിനയിക്കുന്നതാണ്. സ്വാഭാവികമായും അടുപ്പിച്ച് കുറെ പടങ്ങളിൽ ഒരുമിച്ച് കാണുമ്പോൾ പലതും പറയാം. പക്ഷെ അത് ജോലിയുടെ ഭാഗമാണ്, ഗോസിപ്പാണ്. എന്റെ ജീവിതത്തിന്റെ എനർജി എന്ന് ഞാൻ പറയാറുണ്ട്. മഞ്ജു ഈ വക കാര്യങ്ങളൊന്നും പറഞ്ഞ് മെക്കിട്ട് കയറാറോ വേറെ ആൾക്കാർ പറയുന്നത് ശ്രദ്ധിക്കാറോ ഇല്ല. എല്ലാ കാര്യങ്ങളും ഓപ്പൺ ആയിരിക്കണമെന്ന് മാത്രമേ മഞ്ജുവിനും ഉള്ളൂ എന്നും ദിലീപ് അന്ന് വ്യക്തമാക്കി. മീശ മാധവനിലെ ഇന്റിമേറ്റ് രംഗങ്ങൾ കണ്ടപ്പോൾ ഇത്രയൊക്കെ വേണ്ടിയിരുന്നോ എന്ന് വെറുതെയെങ്കിലും ഭാര്യ ചോദിക്കുമോ എന്നും ആങ്കർ ചോദിച്ചു. എന്നാൽ മീശ മാധവനെ കുറിച്ച് സംസാരിക്കാൻ ദിലീപ് തയ്യാറായില്ല. പകരം ചാന്തുപൊട്ട് സിനിമയെക്കുറിച്ചാണ് സംസാരിച്ചത്. ചാന്തുപൊട്ട് എന്ന സിനിമയിലെ പാട്ടൊക്കെ കണ്ടപ്പോൾ ഞാൻ ചോദിച്ചിരുന്നു. അത് കുഴപ്പമില്ലെന്നാണ് മഞ്ജു പറഞ്ഞത്. ഏതൊരു ഭാര്യയ്ക്കും തോന്നാവുന്നത് മഞ്ജുവിനും ഉണ്ടാകാം. മനുഷ്യ സ്ത്രീയാണ്. എന്റെ ജോലി ആയതുകൊണ്ട് കടിച്ചു പിടിച്ചിരിക്കുന്നതായിരിക്കും. ഞാൻ പോസിറ്റീവ് ആണെന്നും ദിലീപ് അന്ന് തുറന്നു പറഞ്ഞു. You're watching me on metromatney.com. on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.